നമസ്കാരം. കണ്ണൂരിനെ നടക്കുന്ന കൊലപാതകവും ആത്മഹത്യയുമാണ് അന്നൂർ കൊരവയലിൽ ഇന്നുണ്ടായത്. മാതമംഗലം കോയിപ്രയിൽ നിന്നും കാണാതായ യുവതിയെ അന്നൂരിലെ ഒരു വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ഇവരുടെ സുഹൃത്തെന്ന് കരുതുന്ന യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു. മരിച്ച അനിലെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കവെയാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഭർത്താവ് പരാതി നൽകിയതിൻ്റെ പിറ്റേ ദിവസമാണ് അനിലയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന യുവാവ് സുദർശൻ പ്രസാദ് എന്ന ഷിജുവിനെയാണ് 22 കിലോമീറ്റർ അകലെ കുറ്റൂർ ഇരുളിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത്. അന്നൂർ കൊരവയലിലെ ബെറ്റിയുടെ വീട്ടിലാണ് അനിലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബെറ്റിയും കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിൽ വിനോദയാത്രയിലായിരുന്നു. ബെറ്റിയും കുടുംബം ദിവസങ്ങളിൽ വീട്ടിലുണ്ടായിരുന്നില്ല. ഷിജുവിനെ വീട് നോക്കാനും വളർത്തുന്നതായി പരിചരിക്കാനും ചുമതലപ്പെടുത്തിയാണ് കുടുംബം യാത്ര പോയത്. ഞായറാഴ്ച രാവിലെ ഷിജുവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. ഇതോടെ വീട്ടുടമ ബന്ധുവിനെ വിവരം അറിയിച്ചു. ഇവർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. സുദർശൻ പ്രസാദിനെയാണ് കുറ്റൂരിനടുത്ത് ഇരുളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനില എങ്ങനെയാണ് ബെറ്റിയുടെ വീട്ടിലെത്തിയെന്നതിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലവും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇരുളും തമ്മിൽ നിരവധി കിലോമീറ്റർ ദൂരമുണ്ട്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും പയ്യന്നൂർ പോലീസ് അറിയിച്ചു. അനിലെ സുദർശൻ പ്രസാദ് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതായിരിക്കാമെന്നാണ് പോലീസ് അന്വേഷണത്തിൽ ലഭിക്കുന്ന പ്രാഥമിക വിവരം. യുവതിയുടെ കൊലപാതകവും യുവാവിൻ്റെ ജീവനൊടുക്കലും പയ്യന്നൂരിനെ ഞെട്ടിച്ചിരിക്കുകയാണ്.